അഞ്ചൽ വടമൺ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ രോഹിണി തിരുനാൾ മഹോത്സവം ഇന്ന് കൊടിയിറങ്ങും. ക്ഷേത്രത്തിൽ മഹോത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസങ്ങളിലും നടത്തിവന്ന അന്നദാനത്തിലും വൻ ഭക്തജന പങ്കാളിത്തമായിരുന്നു ഉണ്ടായിരുന്നത്. രോഹിണി തിരുനാൾ മഹോത്സവത്തിന്റെ സമാപന ദിവസമായി ഇന്ന് വൈകിട്ട് 5 മണിക്ക് എഴുന്നള്ളത്ത് ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെട്ട് കിഴക്കേ വഞ്ചിമുക്ക്, കുരുവിക്കോണം, അഗസ്ത്യക്കോട് സ്കൂൾ ജംഗ്ഷൻ, കാട്ടുംപുറം, പടിഞ്ഞാറേ വഞ്ചിമുക്ക് സ്കൂൾ ജംഗ്ഷൻ, ചോർനാട് ഗുരുമന്ദിരം, അരീക്കൽ, കിഴക്കേ വഞ്ചിമുക്ക് വഴി തിരികെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും തുടർന്ന് ദീപാരാധനയും 7 മണി മുതൽ സംഗീത സദസ്സും രാത്രി 9 മണി മുതൽ തൊടുപുഴ ലോഗോ ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയോടെ രോഹിണി തിരുനാൾ മഹോത്സവത്തിന് സമാപനം കുറിക്കും. ഭഗവാന്റെ തിരുവുത്സവത്തിൻ്റെ അവസാന ദിവസമാണ്. വടമൺ പൂരം എന്നറിയപ്പെടുന്ന പൂരം നാളാണ്. കൊടിയിറക്ക്, ആറാട്ട്, എഴുന്നള്ളത്ത് എന്നിവ രാവിലെ നടക്കും. ശേഷം ഉച്ചയ്ക്ക് രാവിലെ എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം ഭഗവാന്റെ പ്രസാദമായിട്ട് രാവിലെ പ്രാതൽ അവർക്ക് നൽകുന്നുണ്ടാവും. വൈകിട്ട് 5 മണിയോടുകൂടി വമ്പിച്ച ഈ ഉത്സവത്തിൻ്റെ എല്ലാം പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈ ഉത്സവത്തിൻ്റെ എല്ലാം മഹനീയമായ ഒരവസാനം കുറിച്ചുകൊണ്ട് വലിയ ഘോഷയാത്ര ക്ഷേത്ര സംരക്ഷണ സമിതി പ്ലാൻ ചെയ്തിട്ടുണ്ട്. 20ലധികം ഫ്ലോട്ടുകൾ, ഗജവീരന്മാർ, മുത്തുക്കുടയേന്തിയ അമ്മമാർ, താലപ്പൊലി ഏന്തിയ ബാലികമാർ, തെയ്യം, പൂക്കാവടി, നിരവധി നിശ്ചല ദൃശ്യങ്ങൾ, തമ്പോല ഒക്കെ ഒരുക്കിയ വലിയ ഒരു ഘോഷയാത്ര വടമൺ ശ്രീകൃഷ്ണസ്വാമിയുടെ മുന്നിൽ നിന്നും ആരംഭിച്ച് കിഴക്കേ വഞ്ചിമുക്ക്, കുരുവിക്കോണം, കൊച്ചുകുരുവിക്കോണം, സ്കൂൾ ജംഗ്ഷൻ, തിരിച്ച് കലമാന്നൂർ, അഗസ്ത്യക്കോട്, വടമൺ പടിഞ്ഞാറേ വഞ്ചിമുക്ക് വഴി ചോരനാട് ഗുരുമന്ദിരത്തിൽ പോയി തിരികെ സ്കൂൾ ജംഗ്ഷൻ വഴി തിരികെ അരീക്കൽ, കിഴക്കേ വഞ്ചിമുക്ക് വഴി ക്ഷേത്രത്തിൽ സമാപിക്കുമ്പോഴേക്കും നാളെ ഉത്സവത്തിന് പരിസമാപ്തി കുറിക്കുകയാണ്. ശേഷം വമ്പിച്ച ഗാനമേളയും കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. ഭക്തജനങ്ങൾക്ക്, എല്ലാ ഭാഗത്തു നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇടുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും അന്നദാനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. എല്ലാ ഭക്തജനങ്ങളെയും ഈ ദിവസം വളരെ ആദരവോടുകൂടി ഈ ഘോഷയാത്ര ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പങ്കെടുത്ത് ചാരിതാർത്ഥ്യം അണിയുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഭക്തജനങ്ങളെയും ഏറെ ആദരപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്.